ആഷിക, നവകേരള യാത്ര നമ്മളെല്ലാവരും കണ്ടതാണ്. നവകേരള യാത്രയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിക്കുന്ന ഗൺമാന്മാരുടെ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ദൃശ്യമില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് കേരളത്തിന്റെ പോലീസായിരുന്നു. പിന്നീട് കോടതി വീണ്ടും അന്വേഷിക്കണമെന്ന് പറയുന്ന ഒരു കേസ് വരുന്നു. പിന്നീട് UDF അധികാരത്തിലേക്ക് വരുന്നു. പിന്നീട് നമ്മൾ കണ്ടതെല്ലാം ഒരു നാടകീയ രംഗങ്ങളായിരുന്നു. ഇതിനകത്തേക്ക് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ MR അജിത് കുമാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വലിയ വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അതെല്ലാം നിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ സമയത്ത് റിപ്പോർട്ട് കൊടുത്തുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു അതിൽ MR അജിത് കുമാർ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന്. എന്താണ് അതിന്റെ സംഭവം? MR അജിത് കുമാറിന്റെ പരോക്ഷമായ ഒരു ഇടപെടലല്ല, വ്യക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു FIR-ലെ തിരുത്തൽ വരുത്തണമെന്നും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ദൃശ്യത്തിൽ അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഒഴിവാക്കണമെന്നുള്ളത്. ആദ്യം അന്വേഷിച്ച റിപ്പോർട്ടിൽ ചില തിരുത്തൽ വരുത്തിയും SI-മാരെ സ്വാധീനിച്ചുമാണ് ഈ റിപ്പോർട്ടിൽ മാറ്റം വരുത്തിയത്. പക്ഷേ അന്വേഷണ സംഘം വന്നപ്പോൾ MR അജിത് കുമാർ നേരെ കൈമലർത്തുകയുണ്ടായത്. SI-മാർ അത് അവർ തന്നെ ചെയ്തതാണ്, എൻ്റെ നിർദ്ദേശപ്രകാരമല്ല, എൻ്റെ ഓഫീസിലുണ്ടെന്ന് കരുതി ഞാൻ തന്നെ പറയണമെന്നില്ലല്ലോ എന്ന്. പക്ഷേ MR അജിത് കുമാറിൻ്റെ ആ ഒരു വാദം പൊളിച്ച് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ ആ SI-മാർ തന്നെ സമ്മതിക്കുകയാണ്, ആ SIT-യിൽ മൊഴി നൽകുകയാണ് ഇത് MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ മൊഴി തിരുത്തുകയും ആ ഫോട്ടോസ് എല്ലാം മാറ്റുകയും നീക്കം ചെയ്തതാണെന്ന്. കാരണം ഈ ഒരു മർദ്ദനം നടക്കുമ്പോൾ ഈ ഒരു പോലീസിന്റെ ഫോട്ടോഗ്രാഫർ ഏറ്റവും പിന്നിലായിരുന്നു. പിന്നെയുള്ള വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ചാനലുകളുടെ വിഷ്വൽസാണ്. ഈ ചാനലുകളുടെ വിഷ്വൽസ് കോടതി മുഖവിലക്കെടുക്കുന്നില്ല. ഈ പോലീസ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ വിഷ്വൽ മാത്രമാണ് ഈ കോടതി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ എടുക്കാത്ത വിഷ്വൽ എങ്ങനെ കോടതിയിലേക്ക് എത്തും എന്നുള്ളത് മറ്റൊരു സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലാണ് ആ ഒരു ADGPയുടെ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു അധികാരം ഉൾപ്പെട്ടിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ പോലീസ് സേനയിൽ തന്നെ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടതാണ്. അതിലൊരാളായിരുന്നു ADGP MR അജിത് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അവസാനമായിട്ട് നമ്മൾ കണ്ടതാണ് എക്സൈസിലേക്ക് മാറ്റുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തിന് മാറ്റം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി CPM ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ CPM-ന്റെ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്ന എപ്പോഴാണ്? UDF-ന്റെ കാലഘട്ടത്തിലാണ്. കോടതി വരെ പറഞ്ഞു ഇതിന്റെ തെളിവുകൾ കൊണ്ടുവരൂ, ദൃശ്യമാധ്യമങ്ങളൂടെ എല്ലാവരും കണ്ട കാര്യമാണ്, വിഷ്വൽ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് കഴിയില്ല, കേസ് അന്വേഷിച്ച് ബാക്കി വിഷ്വൽസ് കൊണ്ടുവരൂ, തുരന്വേഷണം നടത്തൂ എന്ന് പറഞ്ഞ് കോടതി തന്നെയാണ് ഇതിന് മുന്നിട്ട് നിന്നത്. ആ സാഹചര്യത്തിൽ അത് അത്രയും താമസിപ്പിച്ചു കൊണ്ടുപോയത് LDF ഗവൺമെന്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ ഈ തവണയും LDF-ന്റെ ഒരു ഗവൺമെന്റ് ആയിരുന്നു വരുന്നതെങ്കിൽ ഇത് എങ്ങും എത്താതെ പോകേണ്ട ഒരു കേസാണ്. ഒരു അന്വേഷണവും ഇതിന്റെ മേലിൽ നടക്കാത്തൊരു കേസായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ UDF അധികാരത്തിൽ വന്നു. പിന്നീട് കണ്ടതൊരു നാടകീയ രംഗങ്ങൾ തന്നെയാണ്. കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയും പിണറായി വിജയന് വേണ്ടിയിട്ട് പാർട്ടി കമ്മിറ്റി അംഗങ്ങളെ പോലെ പെരുമാറിയിരുന്ന എല്ലാ പോലീസുകാരും അവരുടെ യഥാർത്ഥ മുഖത്തിലേക്ക് തിരിച്ചു വരുന്നു, യഥാർത്ഥ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുന്നു, ഒരു പോലീസുകാരനായിട്ട് മാറുന്നു. ഇതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ CPM-ന്റെ റെഡ് വോളണ്ടിയർ മാർച്ചിലെ ഒരു ചുവപ്പ് ഷർട്ടും കാക്കി പാൻറ്റും ധരിച്ചിരുന്ന ഒരു വോളണ്ടിയേഴ്സ് ഉണ്ടല്ലോ, അവരുടെ അതേ സ്വഭാവത്തിലായിരുന്നു കഴിഞ്ഞ ഒരു 10 വർഷക്കാലം കേരള പോലീസിലെ ചിലരെങ്കിലും പ്രവർത്തിച്ചിരുന്നത്. അല്ല, അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പക്ഷെ അവരുടെ ശരീരത്തിൽ കാക്കിയായത് ഈ ഒരു തുടർഭരണമല്ല, മറ്റൊരു UDF-ന്റെ ഭരണം അധികാരത്തിലേറും എന്നൊരു സമയത്തായപ്പോഴാണ് അവരുടെ ശരീരത്തിലേക്ക് ആ കാക്കി ആ ഒരു നിറം തിരിച്ചു കയറിയത്. അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർക്ക് ഒരു പോലീസുകാരനെ മാറ്റാനുള്ള ഒരു സാഹചര്യം കേരളത്തിലെ പോലീസ് സേനയിലുണ്ടായിരുന്നു. ഒരു പോലീസ് കേന്ദ്രത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അവിടുത്തെ പാർട്ടി കമ്മിറ്റികളായിരുന്നു എന്ന് പറയുന്നത് കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തിനായിരുന്നു ഈ SHO സംവിധാനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ടുവന്നത്? ഒരു പോലീസിലുള്ള തങ്ങൾക്ക് ഇഷ്ടക്കാരെ എല്ലാം ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരിക, അവരെ അഡോപ്റ്റ് ചെയ്യുക, തങ്ങൾക്ക് വേണ്ടി അവിടെ എഴുതി പണിയെടുപ്പിക്കുക. ഇതായിരുന്നു CPM ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്താണ് ചെയ്തത്? SHO സംവിധാനം ഉടച്ചു വാർക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ തിരക്കുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്രൗഡായിട്ടുള്ള ഏരിയയിൽ മാത്രം SHO സംവിധാനം നിലനിർത്തി മറ്റുള്ളതെല്ലാം SI-മാരുടെ നേതൃത്വത്തിലേക്ക് മാറ്റുകയുണ്ടായി. മുഴുവൻ പോലീസുകാരെയും കൊണ്ട്, അതായത് ഈ 10 വർഷക്കാലം പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചിരുന്ന പോലീസുകാർ, അങ്ങനെ തന്നെ പറയണം, സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചിരുന്ന പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ വരാതെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന, അതാകുമ്പോൾ രാവിലെ ജീപ്പും കൊണ്ട് ഇറങ്ങിയാൽ മതി, ഒന്നും ആലോചിക്കണ്ട, വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് വൈകിട്ട് ചെന്നിട്ട്
അവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ പോരുന്ന ചില പോലീസുകാരുണ്ട്, എല്ലാ പോലീസുകാരെയും പറയുന്നില്ല. അവിടെ UDF ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലീസുകാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ അതായത് സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പോവാം, നേരമോ കാലമോ ഇല്ലാതെ പണിയെടുപ്പിച്ച് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ ഉടച്ചു വാർത്തിട്ട് എന്താണ് ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ആണെങ്കിൽ പോലും സമ്മതിക്കുന്നില്ല. പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ വന്നിട്ട് പറഞ്ഞു ഇത്തരത്തിലുള്ള ട്രാൻസ്ഫറുകൾ നിങ്ങൾ ഉടനെ നിർത്തിവെക്കണം എന്ന് പറയുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുപ്പിക്കുക. ഈ 10 കൊല്ലക്കാലം പാർട്ടിയുടെ തണലിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ടല്ലോ, പാർട്ടിക്ക് വേണ്ടിയിട്ട് പിണറായി വിജയന് വേണ്ടിയിട്ട് വിടിപണി ചെയ്ത രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ടിരുന്ന പോലീസാർ ഇവരെ എല്ലാം പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റേഷൻ ഡ്യൂട്ടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ SHO സംവിധാനം മൊത്തത്തിൽ അടിച്ചു വാർത്തതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്, എല്ലാവരെയും കൊണ്ടും പണിയെടുപ്പിക്കുക. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണെങ്കിലും ഇപ്പോൾ MR അജിത് കുമാർ അദ്ദേഹവും വകുപ്പ് തലം നടപടി നേരിടേണ്ടി വരും, മാറി നിൽക്കേണ്ടി വരും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, ഈ MR അജിത് കുമാറിന് വേണ്ടി തഴഞ്ഞ പല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള മുതിർന്ന ADGP അവരെല്ലാവരും, അതുപോലെ 1-2 പേരുണ്ടായിരുന്നു. അവരെല്ലാമായിരുന്നു ഈ ക്രമസമാധാന വകുപ്പിലേക്ക് വരേണ്ടിയിരുന്നത്. പക്ഷെ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ അജിത് കുമാറിന് വേണ്ടി അവരെല്ലാം തഴഞ്ഞു മാറ്റി നിർത്തപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 10 വർഷം. തീർച്ചയായിട്ടും ഇപ്പോൾ കോടതി തന്നെ ചോദിച്ചത് ഇപ്പോൾ എന്തിനാണ് ഇവർക്കെതിരെ എന്താണ് വധശ്രമത്തിന് കേസ് വകുപ്പെടുത്തത് എന്താണ് എന്ന് കോടതി SITയോട് ചോദിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ചോദ്യമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടതല്ലേ അവരുടെ ഉത്തരവാദിത്തം. പക്ഷെ അവിടെ ഒരു മറ്റൊരു കാര്യമുണ്ട്. ഗൺമാന്മാർക്ക് കൊടുക്കുന്ന തോക്കാണ്, പിസ്റ്റളാണ്. അത് ഒഴിവാക്കി ഇവർ തന്നെ സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ് ആ ഒരു പോലീസ് ജാതിയേക്കാൾ നീളമുള്ള വണ്ണമുള്ള ഒരു വടി. അവിടെ ഇതൊരു രാഷ്ട്രീയ വിനിയോഗമായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുണ്ടാപ്പണി ആയിരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഈ കേസ് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. പിണറായി വിജയൻ വരുമ്പോൾ ഒരുത്തനും ഞങ്ങളെ കരിങ്കൊടി കാണിക്കാൻ നിൽക്കണ്ട, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാല് തല്ലി ഒടിച്ച് അല്ലെങ്കിൽ തല തല്ലിപ്പൊട്ടിച്ചിട്ട് ഞങ്ങൾ പോകുക എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം, രാഷ്ട്രീയ കൂടാലോചന ഇതിന്റെ പിന്നിലുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വം അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശം നൽകുകയാണ്, ഇന്നൊരു സ്ഥലത്ത് കരിങ്കൊടി കാണിക്കാൻ കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുന്നുണ്ട്, അവരെ വെറും ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചാൽ പോരാ, വലിയ വടി തന്നെ വേണം, വലിയ ദണ്ട് തന്നെ വേണം എന്നുള്ള സമരങ്ങൾ കേരളം കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയും അല്ല. സമര കാലഘട്ടത്തിന്റെ ചരിത്രം തന്നെ കേരളത്തിന് പറയാനുണ്ട്. ആ സമര പാരമ്പര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാഷ്ട്രീയ വിടുപണി ചെയ്യുന്ന പോലീസുകാരെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? നവകേരള ബസ് പോകുന്ന വേളയിൽ ആരെങ്കിലും പിണറായി വിജയനെതിരെ ഒരു ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ആ ശബ്ദത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഉറച്ച ലക്ഷ്യം CPM-ന്റെ അകത്തുണ്ടായിരുന്നു. അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഗൺമാന്മാരെയായിരുന്നു. എന്താണെങ്കിലും അവർ ഒളിവിൽ പോകുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. അതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. എന്താണ് കാലത്തിന്റെ കാവ്യനീതിയാണ്? ഒളിവിൽ പോയി അവർ ഫോണിൽ ഇവർക്കെതിരെയുള്ള റീൽസ് ഒളിവിൽ പോകുന്ന പോലീസ് സംവിധാനങ്ങൾ ഒരുക്കാൻ CPM-മാർ പുറത്തുള്ളപ്പോൾ അവർക്ക് എന്താണ് ഭയക്കാനുള്ളത്? അവർ ഓൾറെഡി അവരെ സസ്പെൻഷനിലാണെങ്കിൽ അവർ പോലീസുകാർ തന്നെയല്ലേ? അത് ആഷിഖിന് പോലീസുകാരുടെ യൂണിഫോം ഉള്ള സമയത്തും യൂണിഫോം ഇല്ലാത്ത സമയത്തുമുള്ള വിലയാണ്. പോലീസുകാർ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. ഇവര് ഗുണ്ടകളൊന്നും അല്ലല്ലോ, സർക്കാർ സംവിധാനത്തിലിരുന്ന ആളുകളല്ലേ, 10 വർഷം പിണറായി വിജയനെ നിയന്ത്രിച്ച ആളുകളല്ലേ. അവർ ഒളിവിന് പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു പോലീസുകാർ ഒളിവിന് പോകുന്ന ആലോചിച്ച് നോക്കൂ. ഇതിലും വലിയ നാണക്കേട് അയാളുടെ സർവീസ് ജീവിതത്തിൽ കിട്ടാനുണ്ടോ ഒരു പോലീസുകാരൻ ഒളിവിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട്? അപ്പോൾ അത്രയും വലിയ നാണക്കേടാണ് ഈ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഇതിന്റെ പരിണിത ഫലങ്ങൾ ഇതിന്റെ മേലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്. എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ സർക്കാർ നടപടികൾ എന്താണെന്ന് നമുക്കറിയാൻ കഴിയും.